ഏറ്റവും ഒടുവിൽ ആർ ശ്രീജിത്തിന്റെ ഒരു ബ്രേക്കിംഗ് വരുന്നു. മുഖ്യമന്ത്രിയിൽ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും. തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിനാൽ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും നാളെ ഡൽഹിയിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം ഒരു തീരുമാനം, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ആർ ശ്രീജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പരസ്യ പ്രതികരണങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അടങ്ങിയിരിക്കണമെന്ന് അണികളോട് ആവശ്യപ്പെടുകയായിരുന്നു എല്ലാ നേതാക്കളും, എംപിമാർ മുതൽ UDF കൺവീനർ വരെ. ആ പ്രതികരണങ്ങളെ എന്തിന്റെ സൂചനയായി കരുതണം? അത് ഒരു തീരുമാനം വന്നാൽ അതിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഒരു മുൻകരുതലാണോ, അതല്ല അവരുടെ പിന്തുണ പറയാതെ പറയുകയായിരുന്നു? ഗോകുലെ, ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നാൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഇനി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് തടയുന്നതിനും വേണ്ടിയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്തിറങ്ങി ഇത്തരമൊരു ഇടപെടൽ നടത്തിയതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം KPCCയുടെ ഔദ്യോഗികമായ വിലക്ക് നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു പരിധി വിട്ട പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഫ്ലെക്സ് കീറലും ഫ്ലെക്സ് സ്ഥാപിക്കലും ഒക്കെ തന്നെ ഉണ്ടായത്. 102 സീറ്റിൻ്റെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം ഇത്തരത്തിൽ കോൺഗ്രസ് അണികൾ തെരുവിൽ യുദ്ധം ചെയ്യുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. മറിച്ച് പാർട്ടിക്ക്, മുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നൊരു വികാരം പൊതുവിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങൾക്കും ഇടപെടലുകൾക്കും തടയിടുക എന്ന് തന്നെയാണ് നേതാക്കന്മാരുടെ ഇപ്പോഴത്തെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം വരും മുഖ്യമന്ത്രി സംബന്ധിച്ചെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അല്ലെങ്കിൽ അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും. TVKയുടെ സർക്കാർ രൂപീകരണത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം നേരത്തെ തന്നെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അറിയിച്ചിരുന്നതാണ്. അവർക്ക് അതിന് ക്ഷണമുണ്ടായിരുന്നു. ഇന്നാണ് സത്യപ്രതിജ്ഞ നടക്കുന്നതെന്ന് കരുതി ഇന്ന് അവിടേക്ക് പോകാൻ അവർ പ്ലാൻ ചെയ്തിരുന്നതുമാണ്. എന്നാൽ സത്യപ്രതിജ്ഞ നാളെ നടക്കുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വരുന്ന സൂചന. അങ്ങനെയെങ്കിൽ നാളത്തെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കാനായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ചെന്നൈക്ക് പോകും. അപ്പോൾ നാളെ ചർച്ച നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ചർച്ച നടത്തി ഒരു ധാരണയിൽ എത്തുക, മുഖ്യമന്ത്രിയാകുന്ന ആളെ പ്രഖ്യാപിക്കുക, മറ്റ് തഴയപ്പെടുന്ന രണ്ടുപേർക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജ് പ്രഖ്യാപിക്കുക. ഈ രണ്ട് തീരുമാനങ്ങളും ഒരുമിച്ചുണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയോടുകൂടി കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം പ്രതീക്ഷിക്കുന്നു. അത് ആർക്ക് അനുകൂലമായാലും ഇല്ലെങ്കിലും കേരളത്തിൽ മറ്റ് അവസരങ്ങൾ ഇനി ഉയരരുത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് മറ്റും പ്രകടനം നടത്തിയവർക്കെതിരെ ഉള്ള ശക്തമായ നടപടികളുടെ തുടക്കമെന്ന നിലയിൽ കാരണം കാണിക്കൽ നോട്ടീസും മറ്റും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുണ്ടാകുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അണിനിരക്കുന്ന ഒരാൾക്കെതിരെയും വിട്ടുവീഴ്ചയുള്ള ഒരു നിലപാടുണ്ടാകില്ല. എല്ലാവർക്കെതിരെയും കർശനമായ സമീപനം സ്വീകരിക്കുമെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ KPCC നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ തീരുമാനം ഇന്ന് രാത്രി പ്രതീക്ഷിക്കുന്നു. ഗോകുൽ. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.